ഞാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും, പിന്നെ ടീച്ചേഴ്സ്, അങ്ങനെ പാട്ടും ഡാൻസ് ഒക്കെയായി നല്ല ഒരു സന്തോഷം നിറഞ്ഞ യാത്ര ആയിരുന്നു അത്. The bus was filled with laughter's ring. We're travelers between the trees. Birds sing above us as we breathe. No street lights to show the way. In darkness, we found our own place. Twinkling in the sky, with open hearts, we flew so high, under the canopy of dark. We take our voyage every spark. No lights to guide, just pure delight. Students shining in the night, in the night. Whoa. Branches danced, shadows waltzed. In this moment, no single fault. Our spirits high, in dreams we soar, together longing to explore. The forest hums its mystic tune, our voices merge beneath the moon. Laughter's echo, joy's embrace, in this journey found our place. Under the canopy of dark, we take our voyage every spark. No lights to guide, just pure delight. Students shining in the night, in the night, in the പെട്ടെന്ന് ഒരു ഹമ്പ് ചാടി. ഡാൻസ് കളിച്ചോണ്ടിരുന്ന ഞങ്ങൾ തെറിച്ചു മുൻപിലേക്ക് വീണു. നല്ല ഇരുട്ടായിരുന്നു. കാടിന്റെ ഉള്ളിലൂടെ പോകുന്നത് കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാഞ്ഞത് കൊണ്ടും എന്താ എന്ന് കണ്ടില്ല. ഒരുപാട് വൈകിയിരുന്നു. മാത്രമല്ല ഇരുവശങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വല്ല മൃഗങ്ങളും ആക്രമിക്കാൻ വന്നാലോ എന്ന പേടിയിൽ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല. വണ്ടി നിർത്തിയപ്പോൾ പുറകിൽ നിന്ന് ശ്രീകുമാർ സർ വിളിച്ചു പറഞ്ഞു. നല്ല പരീക്ഷണത്തിൽ കയറിയതാവും. സമയം കളയേണ്ട, വേഗം വണ്ടിയെടുക്കും. എല്ലാരും പറഞ്ഞു പോകാം, ഇറങ്ങേണ്ട, കാടല്ലേ, ഒരു ലൈറ്റ് പോലും ഇല്ല, നമുക്ക് പോകാമെന്നു ഡ്രൈവറോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. 11:30 ഞങ്ങൾ ബംഗ്ലാവിൽ എത്തി. ഞങ്ങളുടെ സ്റ്റേ കാടിന് നടുവിലുള്ള ഈ ബംഗ്ലാവിൽ ആയിരുന്നു. നല്ല പഴക്കം ഉണ്ടായിരുന്നു ബംഗ്ലാവിന്. അകത്തു എന്താണെന്നു അറിയാൻ പോലും പറ്റാത്ത അത്രയും വലിയ മതിൽ കെട്ടി 4 സൈഡും മറച്ചിരുന്നു. മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ പണ്ട് കെട്ടിയതാവാനാണ് സാധ്യത. എന്റെ സുഹൃത്ത് സാഗറിന്റെ അച്ഛൻ പണ്ട് കൂട്ടുകാരുമൊത്ത് നായാട്ടിന് വന്നപ്പോൾ കണ്ട് മോഹം തോന്നി വർഷങ്ങൾക്ക് മുൻപ് ആരോടൊക്കെയോ കേസ് പറഞ്ഞു മേടിച്ചതാണ് ഈ ബംഗ്ലാവ്. കുറെ അധികം വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്നതാണ്. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് വാച്ചർ രഘുചേട്ടൻ ക്ലീൻ ചെയ്തിട്ടു. കാടിന്റെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ ഉള്ള ആഗ്രഹം എല്ലാവരും പറഞ്ഞപ്പോൾ സാഗർ തന്നെ ആണ് ഈ ബംഗ്ലാവിന്റെ കാര്യം ക്ലാസ്സിൽ പറഞ്ഞത്. ചിലർ ചുരുക്കാം എന്ന് കരുതിയും സാഗറിന്റെ അച്ഛൻ സേഫ് ആണെന്ന് ഉറപ്പു പറഞ്ഞതിന്റെ പേരിലും പ്രിൻസിപ്പൽ ഒക്കെ പറഞ്ഞു. താമസിച്ചു എത്തിയെക്കൊണ്ട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആൾ വീട്ടിലേക്ക് പോയിരുന്നു. തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലം.
ഉച്ചത്തിൽ കരഞ്ഞാലോ ഒച്ച വെച്ചാലോ കേൾക്കാനോ ഒന്നോടി വരാനോ അടുത്തെങ്ങും ഒരു വീടുമില്ല. കാടായതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും ചീവീടുകളുടെയും പക്ഷികളുടെയും കരച്ചിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ഈ വീട് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു തോന്നൽ. കുറെ കാര്യങ്ങൾ മനസ്സിൽ തോന്നിക്കുന്നു. ചിലപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാകും. എന്തോ മനസ്സിൽ ഒരു പേടി പോലെ, വല്ലാത്തൊരു അവസ്ഥ. ടീച്ചേഴ്സ് നോക്കാൻ ഏൽപ്പിച്ച ആളെ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴക്കാരും ഇടിവെട്ടും ഉണ്ടായിരുന്നതിനാൽ വാതിലിനു മുൻപിൽ തന്നെയാണ് എല്ലാവരും നിന്നിരുന്നത്. പെട്ടെന്ന് മഴ പൊടിയാൻ തുടങ്ങി. എല്ലാവരും മഴ കൊള്ളാതിരിക്കാൻ വാതിലിന് അടുത്തേക്ക് നീങ്ങിയപ്പോൾ സാഗർ വാതിലിൽ അറിയാതെ ചാരി. വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. സാഗർ വാതിൽ തുറന്നു. നടുവ് അടിച്ചു നല്ല വീഴ്ച വീണു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. അവനെ കളിയാക്കി. സാഗർ പതിയെ നടുവ് തടവി സ്വരം കടുപ്പിച്ചു പറഞ്ഞു, ഒരാൾ വീഴുന്നത് സ്വാഭാവികമാണ്. അതിനു ഇങ്ങനെ ചിരിക്കണോ? എന്തായാലും വാതിൽ തുറന്നില്ലേ, സ്വിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. കറണ്ട് ഉണ്ട് ഇവിടെ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ച് സ്വിച്ച് കണ്ടുപിടിച്ചു. പിന്നെ ലൈറ്റ് ഇട്ടു. ആ ഒരു ഹാൾ മാത്രം ആയിരുന്നു തുറന്നിട്ടിരുന്നത്. പുറത്ത് മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി ആ ഹാളിൽ തന്നെ ആയി എല്ലാവരും കൂടി. കുറെ തമാശകളും പാട്ടുമൊക്കെയായി ഉണ്ടായിരുന്ന ഫുഡ് ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളും ടീച്ചേഴ്സിനെ അനുകരിച്ചു. അവർ ചെയ്യുന്ന കാര്യങ്ങളും ശ്രീകുമാർ സർ വടിയും കൊണ്ട് തല്ലാൻ വരുന്നതും സുന്ദരൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ലീഡർ രഞ്ജിത്ത് നന്നായി അവതരിപ്പിച്ചു. അങ്ങനെ ഹാപ്പി ആയിരുന്ന സമയത്ത് പുറത്തു നിന്നും ഒരു അലർച്ച. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് വലിയ ശബ്ദത്തോട് കൂടി ജനലിനടുത്ത് ഇടുന്നവർ തട്ടി പുറകോട്ട് വീണു. അപ്പോഴാണ് ജനലിലൂടെ ഒരു നിഴൽ ദൂരെ നിന്ന് വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചത്. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. എല്ലാവരും അതെന്താ എന്നറിയാൻ സൂക്ഷിച്ചു നോക്കി. ഇരുട്ടിലൂടെ ആ രൂപം ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു.